ഇത് ട്രെയിലർ മാത്രമാണ്. ഇനി വരാനുള്ളത് ഇതിനേക്കാൾ വലുതാണ്. ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാണ്. നിങ്ങൾക്കറിയാം. 40 കൊല്ലമായി മാധ്യമരംഗത്തെ അധികായനായി നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ പറയേണ്ടത്, ശ്ലാഘിക്കേണ്ടത്, കണ്ടോ കോൺഗ്രസ് എടുത്ത തീരുമാനം, കണ്ടോ കോൺഗ്രസ് എടുത്ത വ്യത്യസ്തമായ അഭിപ്രായം, കണ്ടോ മാറ്റി നിർത്തുന്നത്, കണ്ടോ സംരക്ഷിക്കാത്തത്, കണ്ടോ പാർട്ടി കോടതി കൂടാത്തത്. ഞങ്ങളല്ല പറയേണ്ടത്, ജനങ്ങളാണ്. ജനങ്ങളത് പറയുമോ എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ചോദ്യമുള്ളൂ. ഷഫീർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായിരുന്നു. വനിതാ നേതാക്കളടക്കം ഇന്നലെ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. ശക്തമായ തീരുമാനമുണ്ടാകുമെന്ന സൂചന പ്രതിപക്ഷ നേതാവടക്കം നൽകുകയും ചെയ്തിരുന്നു. അതാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ഞങ്ങൾ രാജിവെക്കാൻ പറയും. അതാണ് നമ്മളെ ഒരു മഹത്വം. അതിപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് ചുരുങ്ങിയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പാർട്ടി ഒരു തീരുമാനം എടുത്തു. നമുക്ക് പാർട്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്തതുപോലെ മാതൃകാപരമായി പുറത്തു നിർത്തുകയും ശിക്ഷിക്കുകയും പാർലമെന്ററി പാർട്ടി ഇതിനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അയാളെ വല്ലാത്ത തരത്തിൽ ഒഴിവാക്കപ്പെട്ട ഒരു സംഭവം ശ്രീ ബിനുവിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വാർത്താ ശകലത്തിൽ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ചോദ്യം എന്നോടായോ? ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു ചോദ്യമല്ല. അങ്ങനെയല്ല ശ്രീ BRM ഷഫീർ. ഒരു റിട്ടേൺ കംപ്ലൈന്റിന്റെ ഒരു ഉപോത്ബലകത ഇല്ലാതെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തു നിർത്താൻ തീരുമാനിച്ചു. ഇനി സീറ്റ് കൊടുക്കേണ്ടതിന് തീരുമാനിച്ചു. സീറ്റ് കൊടുക്കേണ്ടത് തീരുമാനിച്ചോ? അതല്ലേ എന്റെ അർത്ഥം. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അത്തരത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചോളൂ. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു. അത്ര കടുത്തൊരു നടപടി സവിശേഷമായ ആദ്യമായി പുറത്തു പറയുന്ന ആൾ ശ്രീ ഷഫീറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഒരിക്കലും മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർലമന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ അർത്ഥം എന്താ? ഞങ്ങൾ MLA എന്നുള്ള കൺസേൺ പോലും ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഒരു ആരോപണം ഏത് സമയത്ത് പിൻവലിക്കാം. സസ്പെൻഷൻ പിൻവലിച്ചാൽ പാർലമെന്ററി പാർട്ടിയിൽ വരും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏത് സമയവും പിൻവലിക്കാവുന്നതാണ്. ഇത് പുറത്താക്കലല്ല. ഇനിയിപ്പോ ഇതിനേക്കാൾ കൂടുതൽ ആധികാരികമായ തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയാൽ ഗൗരവതരമായി തന്നെ എടുത്തുകൊണ്ട് അതിനേക്കാൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് അസന്ദിഗ്ധമായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. നേരം പോക്കാവും ആവാൻ വഴിയില്ല. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം പോലും MLA ആയിട്ട് തുടരുന്നവർ ഇടതുപക്ഷത്തുണ്ട്. നിങ്ങളത് കാണുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ താഴെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിപ്പുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്, ചർച്ച ചെയ്തതാണ്. നിങ്ങൾ ചോദിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുകളിലേക്ക് കുതിര കയറുന്നത് എന്തിനാണ്? എല്ലാവരും അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നിങ്ങളുടെ വനിതാ നേതാക്കളടക്കം ഈ MLA മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അത് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് ചുരുങ്ങിയതെന്നാണെന്നാണ് ചോദ്യം. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്നല്ല കോൺഗ്രസ് പറയുന്നത്. ഇതിനേക്കാൾ ഗൗരവമേറിയത് വന്നാൽ, ഗൗരവം ഇതിനേക്കാൾ വലുത് വന്നാൽ വലുതായി തന്നെ അതിനെ കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ തീരുമാനിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടുള്ളൂ. ഭയങ്കരം തന്നെ. അതാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. 40 കൊല്ലമായി മാധ്യമരംഗത്തെ അധികായനായി നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ പറയേണ്ടത്, ശ്ലാഘിക്കേണ്ടത്, കണ്ടോ കോൺഗ്രസ് എടുത്ത തീരുമാനം, കണ്ടോ കോൺഗ്രസ് എടുത്ത വ്യത്യസ്തമായ അഭിപ്രായം, കണ്ടോ സംരക്ഷിക്കാത്തത്, കണ്ടോ പാർട്ടി കോടതി കൂടാത്തത്. ഞങ്ങളല്ല പറയേണ്ടത്, ജനങ്ങളാണ്. ജനങ്ങളത് പറയുമോ എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ചോദ്യമുള്ളൂ. ഷഫീർ, ഇവിടെ ഇപ്പോ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ സഹാറ മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കിടുന്നു, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കല്ല് കെട്ടി താത്തണമെന്നും നമ്മളാരും ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സർക്കാരിനോട് LDFനോടുള്ള വിപ്രതിപത്തിയുണ്ട്, വിയോജിപ്പുണ്ട്, ആന്റി ഇൻകംബൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. ആ അന്തരീക്ഷം നഷ്ടപ്പെടും. അത് ശരിയാ. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ യോഗ്യന്മാരായിട്ട് നടക്കുമെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണ്. ഇവർ ഇന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തത്, ഇന്ന പാർലമെന്റ് മെമ്പറുടെ മകളോട് ഇങ്ങനെയാണ് ചെയ്തത്, ഇന്ന ആളുടെ ഭാര്യയോട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പ്രചരിപ്പിക്കും. അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഏത് കാലത്തും കോൺഗ്രസിൽ വോട്ട് ചെയ്തതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? ഏതായാലും അത് കൈപ്പത്തിയിലേക്ക് പോയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അത് മുസ്ലിം ലീഗിന്റെ കോട്ടയായ കുറ്റിപ്പുറത്ത് സാധാരണ ഇതിലെ UDFന് കിട്ടുന്നതിന്റെ പകുതി വോട്ട് LDFന് കിട്ടാത്ത സ്ഥലത്ത് KT ജലീൽ എങ്ങനെ ജയിച്ച അത് ഐസ്ക്രീം പാർലറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. ഇത് രാഷ്ട്രീയമാണ്. ഷഫീറിന് ഇത് മനസ്സിലാകാനായിട്ടൊന്നുമില്ല. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ് വക്താവായിട്ട് വന്നുകൊണ്ട് ഈ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്
പാലക്കാട്ട് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ പത്തനംതിട്ടത്തിൽ ഇയാൾ ഇറക്കുമതി ചെയ്ത് അയാളോട് താല്പര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഇവർക്ക് നേരത്തെ അറിയാം, ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് രാജിവെക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സതീശനെ പ്രതിപക്ഷ നേതാവിന്റെ അധികാരം ഉപയോഗിച്ച് ഒരു MLA രാജിവെക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ആ തീരുമാനം എടുക്കാൻ രാഹുലിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? രാഹുൽ രാജിവെക്കുകയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. അരിയല്ല, ഗോതമ്പും ചോളവും കഴിക്കുന്ന ആളുകൾക്ക് വരെ മനസ്സിലാവും എന്താ സംഭവത്തല്ലേ. അല്ലേ? അല്ല, അതിപ്പോ എന്തോ ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, ഷഫീറിനോട് സ്നേഹപൂർവ്വം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്തറിയാമോ, ഈ അഭിപ്രായം പറഞ്ഞ ഈ വനിതാ നേതാക്കളെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ കോൺഗ്രസ് സംസ്കാരം? ഇതൊക്കെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ? ഒന്ന് ക്ഷമിക്കേണ്ട അച്ചായ, വിവരമില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. ഏഷ്യാനെറ്റ് കാണുന്നവർ മാത്രമല്ല, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് ഇവര് സൈബർ സ്പേസിൽ എഴുതിയിരുന്ന സാഹിത്യം. മനുഷ്യനായ നാണം വേണേ. ഷാനിമോൾ ഉസ്മാനോ ലാലി വെൻസെന്റിനും ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പുലഭ്യം പറഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇല്ലാതാവുന്നില്ല. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഇതാണ്, ഈ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാത്തത് നിങ്ങൾ ദൗർബല്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അതിന്റെ പുറത്ത് വീരസ്യം പറയുന്നത് വളരെ മോശമാണ്. ഇത് കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് വെറും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും സന്തുഷ്ടനായ ആളാരെന്നറിയാം? പിണറായി വിജയൻ. വെക്കൂ രാജി എന്ന് മാർസിശ്ശേരി വിളിക്കുമ്പോ കർത്താവേ വെക്കല്ല രാജി എന്നാണ് അവരുടെ ഉള്ളു പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടൻ രാജി വെക്കാതിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്, ഇടതുമുന്നണിയുടെ ആവശ്യമാണ്. ഇത്തവണത്തെ ഇലക്ഷനെ നമ്മുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇയാളുടെ പാർട്ടി ഇപ്രാവശ്യം മത്സരിക്കുന്നില്ലേ? അതല്ല പിന്നെ. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളതാണ്. രാജിവെക്കാതെ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. ശ്രീ ഷഫീർ, ശ്രീ ജയശങ്കർ ചോദിച്ച ആ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? അതിനു മുമ്പ് ഞാനൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്ന ചോദ്യത്തിന്റെ ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന് തന്നെ കരുതിക്കോളൂ എന്നുള്ളതാണ്. ഈ സ്ക്രോള് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. പറഞ്ഞതിന് വിരുദ്ധമല്ല, ആദ്യം പറഞ്ഞത് വേണമെങ്കിൽ പിൻവലിക്കാം. ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്, ഞാൻ ആഡ് ചെയ്തതാണ്, ഞാൻ കുറച്ചുകൂടി ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ഷഫീർ അത് എന്റെ പിൻവാങ്ങുന്നത് കൊണ്ട് അത് പറയേണ്ട ഞാനല്ല. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതിന് KPCC അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, കോർ കമ്മിറ്റി ഉണ്ട്, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിനുള്ള ആളുണ്ട്. അത് BRM ഷബീറിന്റെ മണ്ടയിൽ കുത്തിക്കറ്റണ്ട. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. അല്ല, ഒന്നുകൂടി സ്പഷ്ടമായി പറയാം, അയാൾക്ക് സീറ്റ് കൊടുക്കുമോ എന്നുള്ള നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് അങ്ങനെ അല്ലാതെ തന്നെ കരുതിക്കോളൂ. അയാൾക്ക് സീറ്റ് കൊടുക്കുമോ എന്നുള്ള നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് അങ്ങനെ അല്ലാതെ തന്നെ കരുതിക്കോളൂ. അങ്ങനെയല്ലേ? അതാണല്ലോ അതിന്റെ വിവക്ഷ. അത് ശരി. എല്ലാം പറഞ്ഞതാണ്. ഷഫീർ പറഞ്ഞു പോയതാ. ഇപ്പൊ ചിലപ്പോ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പിൻവലിക്കാൻ. ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? അല്ല, സ്വാഭാവികമാണ്. ഷഫീറിനെ പോലെ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പറയാത്തൊരു കാര്യം, പറയാൻ അവകാശമില്ലാത്ത ഒരാൾ പറഞ്ഞു എന്ന് വരുത്തണ്ട. നിങ്ങൾ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? അല്ല, വരുത്തിയതല്ല, അവരെ പറഞ്ഞതാണ്. പക്ഷേ പറ്റിപ്പോയതാണെങ്കിൽ പിൻവലിക്കാം ഷഫീർ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറയാൻ പ്രതിപക്ഷ നേതാവുണ്ട്, അത് പറയാൻ KPCC അധ്യക്ഷനുണ്ട്, അതിന് മുകളിൽ നേതാക്കന്മാരുണ്ട്, ഹൈക്കമാൻഡുണ്ട്. അത് തീരുമാനിക്കണം ഞാനല്ല. ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പും മൊഴിയൊന്നല്ല, ഇവൻ തന്നെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ഒരു വാചകം എഴുതി കൊടുത്തത് ശരിയല്ല. സന്ദർഭത്തിൽ നടത്തിയെടുത്തതല്ല, വാശിക്ക് ഞാനിതൊന്നും കാണിക്കുന്നില്ല. ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ കാണുന്നതാണ്. യൂട്യൂബിലൊക്കെ പിന്നിലോട്ട് പോയാൽ എന്താണ് ഷഫീർ പറഞ്ഞതെന്ന് മനസ്സിലാവും. അപ്പൊ വേണമെങ്കിൽ സീറ്റ് കൊടുക്കാം. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അതും പറയാനുള്ള അവകാശം എനിക്കില്ലെന്നേ. വേണമെങ്കിൽ, ഇതാണ് കുഴപ്പം, വേണമെങ്കിൽ സീറ്റ് കൊടുക്കുമോ എന്നുള്ള ചോദ്യവും വേണ്ട. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? അത് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. സീറ്റിൽ മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരവും തൽക്കാലം പ്രാഥമികമായി പറയാൻ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാവില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ശ്രീ ഷഫീറിന് അറിയില്ല. അത്രയേ ഉള്ളൂ. സത്യവും കറക്റ്റാണല്ലേ? ഞങ്ങളെടുത്ത നിലപാട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുത്തൊരു തീരുമാനം അവിടെയുണ്ട്. അത് വളരെ വ്യതിരിക്തമായ തീരുമാനമാണ്. നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും എടുക്കാത്തൊരു റിസ്ക് ആണത്. എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ആരോപണവും ഇല്ലാതെ, ഒരു തെളിവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഇത്ര റിസ്ക് ഉള്ള തീരുമാനം എടുക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. ഒരു ഇല്ലാത്ത പരാതിയുടെ പേരിൽ
നിങ്ങൾ പറയുന്നത് പോലെ വളരെ സിമ്പിളായ വിഷയമാണെങ്കിൽ പോലും കോൺഗ്രസ് സഹോദരിമാരുടെ മാനത്തിന് കൊടുക്കുന്ന വില എന്താണ്? സ്ത്രീകളോട് കാണിക്കേണ്ട പെരുമാറ്റം എന്താണ്? സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്? സ്ത്രീകളോട് കോൺഗ്രസ് എങ്ങനെയാണ് മര്യാദ കാണിക്കുന്നത്? ഇത് ട്രെയിലർ മാത്രമാണ്. ഇനി വരാനുള്ളത് ഇതിനേക്കാൾ വലുതാണ്. ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാണ്, നിങ്ങൾക്കറിയാം. Bing bing boo